അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂവി കാർഡാണ്. താഴെയായിട്ട് ഒരു ടെക്സ്റ്റ്, ഒരു ചെറിയൊരു സബ് ടെക്സ്റ്റ്, പിന്നെ അതിനോടൊപ്പം തന്നെ ആയിട്ട് ഒരു ഹാർട്ട്, പിന്നെ ഒരു പെർസെൻറ്റേജ്. അതുപോലെ ഈ ഒരു കാർഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു IMDb, പിന്നെ അതുപോലെ ഒരു റേറ്റിംഗ്, പിന്നെ ചെറിയൊരു ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബട്ടൺ, അതൊരു ബട്ടൺ ആയിരിക്കും. പിന്നെ അതുപോലെ മൂവിയുടെ ഇമേജ് ഉണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഈ ഒരു കാർഡിലുള്ളത്. അപ്പോൾ ഈ കാർഡിൻ്റെ ഇമേജ്, ഈ ഡാറ്റകൾ, അതുപോലെ ഈ പേരൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എന്തായാലും ശരിക്കുള്ള ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ ആ കാര്യത്തിലേക്ക് നമുക്ക് പോകണം. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജസ്റ്റ് ഈ കാർഡ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ജോണർ കാർഡ് ക്രിയേറ്റ് ചെയ്ത പോലെ നമുക്കൊരു മൂവി കാർഡ് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യാം. മൂവി കാർഡ് .js. ഇതിൽ നമ്മൾ സാധാരണ കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യണ പോലെ ഓക്കെ. ഇനി നമ്മളെ ഹോം സ്ക്രീനിൽ വന്നിട്ട് ഇവിടെ നമ്മളെ ജോണർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത അതേപോലെ തന്നെ ആദ്യം ഒരു വ്യൂവിൻ്റെ ഉള്ളിൽ അതിനെ റാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ നമുക്കൊരു ഫ്ലാറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഫ്ലാറ്റ് ലിസ്റ്റിലും ഇതേപോലെ തന്നെ ഒരു ഡാറ്റ വരും. ഡാറ്റയിലേക്ക് ഇപ്പോൾ ഞാൻ തൽക്കാലം നമ്മളുടെ ജോണർ തന്നെ വെച്ച് കൊടുക്കുകയാണ്. അതേപോലെ ഹൊറിസോണ്ടലാണ്, പിന്നെ ഇൻഡിക്കേറ്റർ വേണ്ട, കീ എക്സ്ട്രാക്ടർ അത് തന്നെ. അതേപോലെ ഈ സെപ്പറേറ്ററും എല്ലാം സെയിം ആയിട്ട് തന്നെ എടുക്കണം. റെൻഡർ ഐറ്റത്തിൽ മാത്രം ഞാൻ ഈ ജോണർ കാർഡിന് പകരം നമുക്ക് നമ്മളെ മൂവി കാർഡ് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂവി കാർഡ് ഇവിടെ ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടീസൊക്കെ ഞാൻ കളയണം. മൂവി കാർഡ് ഇത്രയും ചെയ്യണുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു നമുക്ക് സ്റ്റൈലിംഗ് ഒന്നും അധികം കൊടുക്കാത്ത കാരണം നമുക്ക് ആ ഒരു ലിസ്റ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കൂടുതൽ സ്റ്റൈലിംഗ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ മൂവി കാർഡിൻ്റെ മെയിൻ കണ്ടെയ്നറിൻ്റെ കുറച്ച് ഒരു ഹൈറ്റ്, വിഡ്ത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുക. അപ്പോൾ ഇത്രയും വലുപ്പത്തിലുള്ളൊരു മൂവിയുടെ കാർഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ മൂവി കാർഡ് നമ്മൾ ഇങ്ങനെ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്തെങ്കിലും മൊത്തത്തിൽ ഇതൊരു ബട്ടനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് ഈ മൂവി കാർഡും ഒരു ക്ലിക്കബിൾ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നമ്മളുടെ ടച്ചബിൾ ഒപ്പാസിറ്റി ഇവിടെ യൂസ് ചെയ്യണം. ഈ ടച്ചബിൾ ഒപ്പാസിറ്റിയിൽ റാപ്പ് ചെയ്തിട്ടായിരിക്കും ഈ കംപ്ലീറ്റ് കണ്ടെയ്നറുകൾ ഇതിൻ്റെ ഉള്ളിൽ വരാം. പക്ഷെ അതിൽ വലിയ ചേഞ്ച് ഒന്നും വരില്ല. നമ്മളുടെ ഈ മെയിൻ ബ്ലൂ കളർ കാർഡ് ഇവിടെ ഇരിപ്പുണ്ട്. അതിനിപ്പോൾ ഇനി നമ്മളുടെ UI നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു പേര്. അപ്പോൾ അതൊരു ലൈനിൽ, അടുത്ത ലൈനിൽ അതിൻ്റെ ഒരു ചെറിയൊരു സബ്ബായിട്ടുള്ള ഒരു ടെക്സ്റ്റ്, അതിലും ഫസ്റ്റ് ഒരു ടെക്സ്റ്റ്, പിന്നെ ഈ അറ്റത്ത് ഒരു ലോഗോ, പിന്നെ വേറൊരു. അപ്പോൾ ഇവിടെ ഒരു ലോഗോ എലമെൻറ്റും വരുന്നുണ്ട്, ഇവിടെ ഒരു ടെക്സ്റ്റ് എലമെൻറ്റും വരുന്നുണ്ട്. അപ്പോൾ അതിനെ രണ്ടിനെ നമുക്ക് വേറെ സെപ്പറേറ്റ് ചെയ്യണം. പിന്നെ അതുകൂടാണ്ട് ഇവിടെ വേറെ ടെക്സ്റ്റ്, ഇതിനെ വേറെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ ഒരു വ്യൂ, ആ വ്യൂവിൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് വേറെ, പിന്നെ അതിൻ്റെ അടിയിൽ വേറെ ടെക്സ്റ്റ്. ഈ രണ്ട് ഭാഗങ്ങളും നമുക്ക് വേറൊരു വ്യൂവിൻ്റെ ഉള്ളിൽ റാപ്പ് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ അടുത്തൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാം. ഈ വ്യൂവിൻ്റെ ഉള്ളിൽ നമുക്കൊരു ടൈറ്റിലിൻ്റെ ടെക്സ്റ്റ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളെ അതിൽ കാണുന്ന പോലെ തന്നെ ഞാനൊരു വേറെ വ്യൂ തന്നെ ക്രിയേറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന അടുത്ത ടൈറ്റിൽ, അതായത് ആ ലാംഗ്വേജ് കാണിക്കുന്നത്, പിന്നെ ആ ഹാർട്ടിൻ്റെ ഒക്കെ കാണിക്കുന്നത്, അതൊരു റോയിൽ വരാൻ വേണ്ടിയിട്ട് നമുക്കത് വേറൊരു കണ്ടെയ്നറിൽ ഒരു വ്യൂവിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ടെക്സ്റ്റും വരും. അപ്പം ഇവിടെ ഒരു ടെക്സ്റ്റ് വന്നു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു വ്യൂ കൂടി ഉണ്ടാക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ലോഗോ വരും, ഇവിടെ ഒരു ടെക്സ്റ്റും വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആ ലോഗോ അല്ലെങ്കിൽ ലോഗോസ് എങ്ങനെയാണ് എടുക്കാന്നുള്ളത്, ഐക്കൺസ് എങ്ങനെയാണ് എടുക്കാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 90% എന്നുള്ളൊരു ടെക്സ്റ്റ് വരും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഐക്കണും കൂടെ എടുക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം ഒരു സ്റ്റാക്ക് പോലെ അടിക്കടിക്കണം വന്നേക്കണം, സ്റ്റൈൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കതിന് മുമ്പായിട്ട് ആ ലോഗോ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഇത് നമ്മൾ എക്സ്പോൻ്റെ ഗൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാബാണ്. ഇവിടെ എക്സ്പോൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ കയറി കഴിഞ്ഞാൽ കാണാം ഗൈഡ്സ്. ഈ ഗൈഡ്സിൽ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം ഐക്കൺസ്. ഇവിടെ ഫോൺസ് നമ്മൾ നേരത്തെ കണ്ട്, ആ ഫോൺസാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തത്. ഈ ഐക്കൺസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം എക്സ്പോ വെക്ടർ ഐക്കൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈബ്രറിയാണ്.
അപ്പോൾ ഈ എക്സ്പോ വെക്ടർ ഐക്കൺസ് ഇൻസ്റ്റാൾ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. എക്സ്പോ വെക്ടർ ഐക്കൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലൈബ്രറി ടെംപ്ലേറ്റിൻ്റെ കൂടെ നമുക്ക് ബിൽഡിനായിട്ട് ഡീഫോൾട്ടായിട്ട് കിട്ടണതാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാനില്ല. പക്ഷേ അതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതിൻ്റെ പലതരം അയോണിക്കോൺസ് അതുപോലെ ഐക്കൺസ് ലൈബ്രറികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് അതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇതുപോലെ ഒരു നെയിമും ഒരു സൈസ് ഒരു കളറും വെച്ചിട്ട് നമുക്കതിനെ വിളിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു URL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അവരുടെ ലൈബ്രറി. ഇതിലെല്ലാ ഐക്കൺസ് ഉണ്ട്. നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഒരു ഹാർട്ടിൻ്റെ ഒരു ലോഗോ ആയതുകൊണ്ട് നമുക്കിതിൽ ഏത് ഹാർട്ട് ഏത് ഇവിടെ പേരുണ്ടാവും, ഇവിടെ ആ ഒരു ഏത് ഫോൺസ് ലൈബ്രറി ആണെന്നുള്ളതും ഐക്കൺസ് ലൈബ്രറി ആണെന്നുള്ളതും അതിൻ്റെ താഴെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എടുക്കാമെന്നുള്ളത്. ഞാൻ എടുക്കാൻ പോകുന്നത് ഈ അയോണിക്കോൺസിൻ്റെ ഹാർട്ടാണ്. അപ്പോൾ ഇതുമേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഇവിടെ നമുക്ക് അതിനെ പേസ്റ്റ് ചെയ്യാം. ഇതും കോപ്പി ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ അത് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ അതുപോലെ യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഈ ടെക്സ്റ്റിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമുക്ക് അതിൻ്റെ വേണ്ടതെന്നാണ്. അപ്പോൾ ഹാർട്ട് 24 ബ്ലാക്ക് ആണ് എടുക്കണമെങ്കിലും നമുക്ക് ഇവിടെ അതിൻ്റെ കളറ് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിനെ സ്റ്റൈൽ ചെയ്യാനുണ്ട്. ഒരു റോയിലും സെൻറ്ററിലും കൂടിയായി. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ്. ഈ ഒരു നമ്മളുടെ ഐക്കണും ടെക്സ്റ്റും കൂടിയിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റൈൽസ് റോ ആൻഡ് സെൻറ്റർ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും അത് തമ്മിൽ ഒരുമിച്ചായി. അതുപോലെ നമുക്ക് ഇവിടെ നമുക്ക് സബ് ടൈറ്റിലിൻ്റെ കണ്ടെയ്നറായിട്ട് കൊടുക്കാം. ഈ സബ് ടൈറ്റിലിൻ്റെ കണ്ടെയ്നറിലും ഈ രണ്ട് പ്രോപ്പർട്ടീസ് നമുക്ക് യൂസ് ചെയ്യാം. അത് കൂടാതെ ഇപ്പോൾ ഇതും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് രണ്ടും രണ്ട് സൈഡിലേക്ക് പോയി. ഇപ്പോൾ കറക്റ്റ് നമുക്ക് ഒരു ലൈനിൽ കിട്ടി. പക്ഷേ ഇതിൻ്റെ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് ശരിയാക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ജസ്റ്റിഫൈ കണ്ടൻറ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് രണ്ട് സൈഡിലേക്കും പോയി. അപ്പോൾ നമുക്ക് വേണ്ട ഏകദേശം കറക്റ്റ് ഒരു രൂപത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഹാർട്ടിൻ്റെ സൈസ് നമുക്ക് ഇത്രയും വേണ്ടി വരില്ല. ഹാർട്ടിൻ്റെ സൈസ് ഞാൻ കുറച്ച് കുറക്കണം. പിന്നെ അതുപോലെ ഹാർട്ടിൻ്റെ കളർ നമുക്ക് റെഡാണ് വേണ്ടത്. നമുക്ക് ഓൾറെഡി കളേഴ്സ് ഉണ്ട് ഇവിടെ. ഇവിടെ കളേഴ്സ് ഉണ്ട്. ഞാൻ ആ കളേഴ്സ് ഡോട്ട് ഹാർട്ടിൻ്റെ കളർ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നമുക്ക് വേണ്ട റെഡ് കളറിൽ തന്നെ അത് വന്നു. പിന്നെ അതുപോലെ നമുക്ക് ഈ ഹാർട്ടും ഈ പേഴ്സൻറ്റേജും തമ്മിൽ കുറച്ചൊരു ഡിസ്റ്റൻസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ചെറിയൊരു ഒരൊറ്റ സ്റ്റൈൽ മാത്രമായിട്ട് കൊടുക്കാം. ഹാർട്ടും ആ പേഴ്സൻറ്റേജും തമ്മിൽ കുറച്ചൊരു വ്യത്യാസം വന്നു. ഇനി നമുക്ക് ചെറിയൊരു ഫോണ്ട് വ്യത്യാസങ്ങളൊക്കെ കൊടുക്കാം. ഫോണ്ട് ഫാമിലി ഫോൺസ് ഇവിടെ എടുത്തിട്ടില്ല. നമുക്കിവിടെ ഫോൺസ് എടുക്കാം. ഏകദേശം ടൈറ്റിലായി. അതുപോലെ തന്നെ നമുക്ക് സബ് ടൈറ്റിലും ഇതുപോലെ നമുക്കൊരു സബ് ടൈറ്റിൽ കുറച്ചുകൂടി ചെറുത് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇത്രയോടുകൂടി നമ്മളെ ഫോൺസിൻ്റെയും അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ ഏകദേശം ഒരു റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ നമ്മളുടെ ഈ മൂവിയുടെ ടൈറ്റിൽ ആ പേര് ചിലപ്പോൾ ചില സമയത്ത് ഭയങ്കര വലുതാവാൻ സാധ്യത. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇത്ര എഴുതിയിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. 2 പ്രാവശ്യം ഞാൻ പേസ്റ്റ് ചെയ്ത് അപ്പോൾ ഈ പേര് ഒരുപാട് നീങ്ങിപ്പോയി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കാർഡുകൾ തമ്മിലുള്ള അകലവും ഒരുപാട് നീങ്ങിപ്പോയി. അപ്പോൾ അങ്ങനത്തെ സാധ്യത വരും. അപ്പോൾ അങ്ങനെ സാധ്യത വരുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടെക്സ്റ്റിനായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ലൈൻസ്. ഈ ടെക്സ്റ്റ് നമുക്ക് നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൊടുക്കാൻ പറ്റും. ഞാൻ നമ്പർ ഓഫ് ലൈൻസ് ഒരു 3 കൊടുക്കാൻ വിചാരിക്കാം. അപ്പോൾ ഈ നമ്പർ ഓഫ് ലൈൻസ് കൊടുക്കണമെങ്കിൽ അത് എഫക്റ്റ് വരണമെങ്കിൽ ഈ ഒരു ടെക്സ്റ്റിനൊരു വിഡ്ത്ത് വേണം. അതായത് നമ്മൊരു പർട്ടിക്കുലർ വിഡ്ത്ത് കൊടുത്താൽ മാത്രമേ ഈ നമ്പർ ഓഫ് ലൈൻസ് അതിൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഈ ടൈറ്റിലിനൊരു ചെറിയൊരു വിഡ്ത്ത് കൊടുക്കാൻ പോകണം. നമ്മുടെ ടൈറ്റിൽ ഇവിടെയാണ്. അപ്പോൾ ഞാനിതിനെ വിഡ്ത്തൊരു 230 എന്നുള്ളൊരു വിഡ്ത്ത് കൊടുക്കാൻ പോകണം. ഈ 230 എന്നുള്ളൊരു വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ കണ്ടെയ്നറിൻ്റെ അതേ വിഡ്ത്ത് തന്നെയാണ്. അപ്പോൾ ആ വിഡ്ത്ത് കൊടുക്കുമ്പോൾ പേര് എത്ര വലുതായാലും നമ്പർ ഓഫ് ലൈൻസ് അത് 3 ലൈനുകളിലേക്ക് അത് ചുരുങ്ങി അതിങ്ങനെ നിൽക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഈ കാർഡുകൾ തമ്മിൽ പ്രശ്നങ്ങളില്ല. ഈ പേരാണെങ്കിൽ 3 ലൈനായിട്ട് വരികയും ചെയ്തു. ഇനിയിപ്പോൾ അത് 2 ലൈനിലാണ് വേണമെന്നുണ്ടെങ്കിൽ
അത് ആ 2 ലൈനിൽ നിന്നാലും നേരത്തെ ആ പ്രശ്നം ഡോട്ടഡായിട്ടൊക്കെ വരും. അത് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഈ നമ്പർ ഓഫ് ലൈൻസ് കൊടുക്കുമ്പോൾ വിഡ്ത്ത് നമ്മൾ മെൻഷൻ ചെയ്യണം. നമുക്ക് എത്ര വിഡ്ത്തിലാണോ ഈ നമ്പറിനെ ഈ ലൈൻസിനെ കട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ആ വിഡ്ത്ത് നമുക്ക് കൊടുക്കണം. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഇപ്പം ഈ ഒരു കേസിൽ നമുക്ക് അത്രയും വലിപ്പം വരുന്നില്ല, ഇവിടം വരെ ഉള്ളൂ മൂവി ടൈറ്റിൽ. അപ്പം അത് ഇത്രയായിട്ട് തന്നെ നിന്നോളും. അപ്പം ആ ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ ചെയ്യാം. ഇനി അതുകൂടാതെ നമുക്ക് ഈ ഇമേജിൽ കണ്ട പോലെ നമുക്ക് ഇവിടെ ഒരു IMDb, അതുപോലെ ഒരു റേറ്റിംഗ്, അതുപോലെ ഈ ഒരു ഹാർട്ടിൻ്റെ അത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലാണ് വരാം. ഇപ്പോൾ ഒരു ഇമേജാണ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിതൊരു വ്യൂ ആയിട്ടായിരിക്കില്ല ചെയ്യേണ്ടാവുക. വ്യൂ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇമേജ് എലമെൻ്റ് ഉള്ളിലിടണം. എന്നിട്ട് 2 തരത്തിൽ ചെയ്യാം. പിന്നെ അതുകൂടാതെ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കോമ്പണൻറ്റ് നമ്മൾ റിയാക്ട് നേറ്റീവിലുണ്ട്, അത് വെച്ചിട്ട് വേണം ചെയ്യാം. ഈ കേസിൽ നമ്മൾ ഇമേജ് ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ഒരു ഹാർട്ടിൻ്റെ ഐക്കണും പിന്നെ അതുപോലെ ഈ ഒരു IMDb ആ ഒരു ഐക്കണും എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റാന്നുള്ളത് നോക്കാം. അപ്പോൾ ആ IMDbയുടെ ലോഗോ കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ ഇവിടെ icons8.com എന്നുള്ളൊരു വെബ്സൈറ്റിൽ നമുക്ക് പലതരം ഐക്കൺസ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് IMDb സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് IMDb. അപ്പോൾ ഈ ഒരു IMDb ലോഗോ എനിക്ക് ഏകദേശം സാമ്യത പോലെ തോന്നിയപ്പോൾ ഞാനിത് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ഭാഗം IMDbയുടെ ആ ഒരു ഭാഗം എക്സാക്ട്ലി ആ ഒരു മാച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് തന്നെ മതി, ഇമേജ് ആയിട്ട് തന്നെ വെക്കണം എന്നില്ല. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമുക്ക് നമ്മളുടെ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് കാണിച്ചുതരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പോൾ ഈ ഒരു അസറ്റ്സിൻ്റെ ഉള്ളിൽ ഇമേജസിൻ്റെ ഉള്ളിൽ ഒരു IMDb ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് എങ്ങനെയാണ് നമ്മളെ പ്രൊജക്റ്റിലേക്ക് എടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ കോൺസ്റ്റൻസ് ഒക്കെ എടുത്ത പോലെ ഞാനിവിടെ ഇമേജസിനും ഒരു കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രൊജക്റ്റിൽ വേണ്ട ഇമേജസുകളെല്ലാം നമുക്ക് ഇതുപോലെ ഇനി ആ പേര് മാറിപ്പോണ്ടാന്നുള്ളൊരു കണക്കിൽ നമുക്ക് ഇവിടേക്കെല്ലാം ഇമ്പോർട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഫയൽ ഇതിലേക്ക് എടുത്ത് ഇനി നമുക്ക് മൂവി കാർഡിൽ വന്നിട്ട് പോർഷനിലാണ് നമ്മൾ IMDb ഇമേജ്. അപ്പോൾ ഇവിടെ ഒരു IMDbയുടെ ഇമേജും പിന്നെ അതുകൂടാതെ ഒരു കൗണ്ടും ഒരു ടെക്സ്റ്റ് നമുക്ക് വേണം. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ ഈ മൂവി എന്നുള്ളത് കളഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യണം. ഈ ഇത് ഞാൻ IMDbയുടെ ആ ഒരു കൗണ്ടും ഇമേജും കൂടിയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആയിട്ട് കരുതണം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മളെ ഇമേജ് എലമെൻറ്റിന് എടുക്കാം. അപ്പോൾ ഇമേജ് എലമെൻറ്റിൽ നമുക്ക് സോഴ്സായിട്ട് അതിനു മുമ്പായിട്ട് ഇമേജ് എലമെൻറ്റ് നമ്മൾ റിയാക്ട് നേറ്റീവിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഈ ഇമേജ് എലമെൻറ്റിൻ്റെ സോഴ്സായിട്ട് നമുക്ക് നമ്മളുടെ ഇമേജ് ഇവിടെ എടുക്കാം, images.imdb. പിന്നെ അതുപോലെ ഇപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നമുക്കതിന് ഒരു റീസൈസ് മോഡ് ഞങ്ങൾക്ക് ഇവിടെ വേണ്ട ഒരു ഇമേജാണ്, ഒരു ടെക്സ്റ്റാണ് വേണ്ടത്. ടെക്സ്റ്റിൽ നമുക്ക് നമ്മളുടെ ഇമേജിൽ കണ്ട പോലെ ഒരു 9.4 എന്നുള്ളൊരു വാല്യൂ നമുക്ക് കൊടുക്കാം. റോ ആയതിൻ്റെ പേരിൽ ഇത് ഇങ്ങനെ വന്ന്, പക്ഷേ അലൈൻ ഐറ്റംസ് നമുക്ക് ഇതിലെ അലൈൻ ഐറ്റംസിനെ നമുക്ക് അതായത് അതിൻ്റെ വെർട്ടിക്കൽ അലൈൻമെൻറ്റ് നമുക്ക് സെൻറ്ററാക്കാം. പിന്നെ അതുപോലെ നമുക്കതിനെ റൈറ്റ് സൈഡിൽ അറ്റത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിനെ നമുക്ക് അലൈൻ സെൽഫ് ചെയ്യാം, ഫ്ലെക്സ് എൻഡിൽ കൊണ്ടുപോകാം. അപ്പോൾ അത് ആ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി. പിന്നെ നമുക്ക് ആ ടെക്സ്റ്റും ഒരു യെല്ലോ കളർ ആയി വരേണ്ടതുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ്.യെല്ലോ, ബോർഡർ ബോട്ടം ലെഫ്റ്റ് റേഡിയസ് നമുക്ക് ഈ ഒരു റേഡിയസ് കുറച്ച് കർവ്ഡായിട്ട് വരേണ്ടതുകൊണ്ട് നമുക്ക് ഇതിനൊരു 5 കൊടുക്കാം. നമ്മൾ സാധാരണ നമ്മളുടെ മെയിൻ കണ്ടെയ്നറിൻ്റെ ബോർഡർ റേഡിയസ് തന്നെ കൊടുത്തേക്കും. ഇപ്പം ഇത്രയും വലുപ്പത്തിൽ ഇത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈറ്റും വിഡ്ത്തും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അപ്പോൾ ഇതിൻ്റെ വലുപ്പം ഇപ്പോഴും കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇമേജിന് നമ്മൊരു സ്റ്റൈൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക്
ഞാനൊരു ബോർഡർ ബോട്ടം ലെഫ്റ്റ് റേഡിയസ് നമുക്കൊരു 5 തന്നെ കൊടുക്കാം. കാരണം ഇമേജും ആ കണ്ടെയ്നറിന് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഓൾറെഡി ഒരു ഇമേജ് ഉണ്ട് കണ്ടെയ്നറിൻ്റെ നമ്മൾ ഇവിടെ ഓൾറെഡി മാറ്റി. അതുപോലെ നമുക്ക് ഇമേജിൻ്റെ മാറ്റണം, ഇല്ലെങ്കിൽ ആ ഇമേജിൻ്റെ ഒരു പോർഷൻ അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഇമേജ് നമുക്ക് വേണ്ട കറക്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളത് ആ ഒരു റേറ്റിങ്ങിൻ്റെ ടെക്സ്റ്റാണ്. അപ്പോൾ നമുക്ക് IMDb റേറ്റിംഗ് എന്നുള്ളൊരു ടെക്സ്റ്റിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ആ ഒരു ടെക്സ്റ്റിന് ആ ഒരു സ്റ്റൈൽ കൊടുക്കാം. styles.db റേറ്റിംഗ്. നമുക്ക് ആ റേറ്റിങ്ങിന് ആദ്യം തന്നെ അതിൻ്റെ റൈറ്റിലേക്ക് അത് പുഷായിട്ടിരിക്കണം. അപ്പോൾ മാർജിൻ ഏകദേശം നമുക്ക് വേണ്ട ഒരു രൂപത്തിൽ നമ്മളുടെ ലോഗോയും ഫോണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ബോട്ടം ലെഫ്റ്റ് കോർണറിലായിട്ട് നമുക്കൊരു ഹാർട്ട് ഉണ്ടായിരുന്നു. ആ ഹാർട്ട് എങ്ങനെയാണ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ മെയിൻ ഈ ഒരു വ്യൂ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ വേറൊരു ടച്ചബിൾ നേറ്റീവ് ഫീഡ്ബാക്ക്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഐക്കൺ എടുക്കുക. അപ്പോൾ ഐക്കൺ ഒരു ഔട്ട്ലൈൻഡ് ഐക്കൺ ആയിരുന്നു ഹാർട്ടിൻ്റെ ഐക്കണായിട്ട് നമ്മൾ കണ്ടത്. അതായത് ഇവിടെ നമ്മളൊരു ഹാർട്ട് എടുത്തു കഴിഞ്ഞാൽ അയോണിക്കോൺസിൻ്റെ ഒരു ഔട്ട്ലൈൻഡ് ഹാർട്ട് അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇവിടെ എടുത്ത പോലെ തന്നെ ഹാർട്ട് ഔട്ട്ലൈൻ എന്നുള്ളത് എടുക്കാം. പിന്നെ അതുപോലെ ഇത്തവണ ഞാൻ സൈസ് കുറച്ച് വലുതാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കളർ നമുക്ക് വേണ്ടത് വൈറ്റ് ആണ്. അപ്പോൾ ഞാനിത് സേവ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു അബ്സല്യൂട്ട് പൊസിഷൻ ഇതിന് കൊടുക്കാം. ഞാനിവിടെ അബ്സല്യൂട്ട് ആണ് കൊടുക്കണം. പിന്നെ അതുപോലെ ബോട്ടത്തിൽ നിന്നും ഒരു 10ഉം ലെഫ്റ്റിൽ നിന്നും ഒരു 10 ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ട അതേ കറക്റ്റ് പൊസിഷനിൽ നമ്മളുടെ ഹാർട്ട് വന്ന് നിൽപ്പുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇതൊരു ക്ലിക്കബിൾ ആണ്, പക്ഷേ ഇതിന് ഒപ്പാസിറ്റി ഉണ്ടാവില്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ടച്ചബിൾ നേറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ബട്ടൺ ശരിക്കും ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ കളർ മാറണം. അതായത് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു റെഡ് കളർ ആവണം. അത് ക്ലിക്ക് ചെയ്യാത്ത സമയത്ത് ഇപ്പോൾ കാണുന്ന പോലെ വരണം. അങ്ങനെയാണല്ലോ ശരിക്കും അതിൻ്റെ ഫംഗ്ഷനാലിറ്റി വരാം. നമ്മൾ ലൈക്ക് ചെയ്യണ പോലെ, ഫേസ്ബുക്കിലൊക്കെ ലൈക്ക് ചെയ്യണ പോലെ. അപ്പോൾ ആ ഫംഗ്ഷനാലിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ ജോണറിൻ്റെ ചെയ്ത പോലെ ഒരു സ്റ്റേറ്റ് ചേഞ്ചസ് നമ്മൾ ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ് ചേഞ്ചസ് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്റ്റേറ്റ് ഹുക്ക് യൂസ് ചെയ്യാം. അതിൽ ഞാനൊരു പുതിയൊരു സ്റ്റേറ്റ് വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യണം. അതായത് ലൈക്ക്ഡ് ആണോ ലൈക്ക്ഡ് അല്ലേ എന്നുള്ളത്. അപ്പോൾ അതൊരു ബൂളിയൻ വാല്യൂ സെറ്റ് ലൈക്ക് ഇങ്ങനൊരു വാല്യൂ. അതിൻ്റെ ഒരു ഡീഫോൾട്ട് വാല്യൂ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഫോൾസ് ആണ്. കാരണം എന്താ വെച്ചാൽ ഡീഫോൾട്ടായിട്ട് അതിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ലൈക്ക് പിന്നീട് നമ്മൾ ചെയ്യായിരിക്കും. അപ്പോൾ ഡീഫോൾട്ട് വാല്യൂ ഞാൻ ഫോൾസ് ആയിട്ടാണ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ കളറും മാറണം, പിന്നെ അതുപോലെ ഇതിൻ്റെ ആ ഒരു നെയിമും മാറണം. കാരണം ഇതിപ്പോൾ ഔട്ട്ലൈനാണ് ഇവിടെ കാണിച്ചു തരാം. അതായത് ഇത് നമുക്ക് ബൂളിയൻ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാം. അതായത് ഇപ്പോൾ ലൈക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് നമ്മൾ ഹാർട്ട് എന്നാക്കും. നമ്മൾ നേരത്തെ ഇവിടെ കൊടുത്തിട്ടുള്ള അതേ പേര്. കാരണം അത് ഔട്ട്ലൈൻഡ് ആയിരിക്കില്ല, ഫുള്ളായിട്ടുള്ള ഹാർട്ട്. പിന്നെ ലൈക്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ കാണുന്ന ഔട്ട്ലൈൻഡ് ആയിട്ടുള്ളത് പോലെ. പിന്നെ അതുപോലെ കളറിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസം വരുത്താം. ലൈക്ക്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കളർ റെഡ് ആവണം. അപ്പോൾ നമുക്കിവിടെ അതല്ലാന്നുണ്ടെങ്കിൽ മതി വൈറ്റ് എന്നുള്ള. ഇപ്പം ഞാനിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ചസ് ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഡീഫോൾട്ട് വാല്യൂ ഫോൾസ് ആയതുകൊണ്ട് ഇപ്പോൾ കാണുന്ന വൈറ്റും പിന്നെ അതുപോലെ ഔട്ട്ലൈൻഡ് ആയിട്ടുള്ളത് കാണാം. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ടച്ച്, അതായത് ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ, ഈ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേറ്റ് ചേഞ്ച് വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ലൈക്ക്ഡ് എന്നുള്ളത് ആ വാല്യൂനെ നമുക്ക് ഓപ്പോസിറ്റ് ആക്കാം. അതായത് എന്താണോ അതിൻ്റെ വാല്യൂ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളറും മാറി, ഐക്കണിൻ്റെ നെയിമും മാറി. അതായത് ഇപ്പോൾ സ്റ്റേറ്റ് ചേഞ്ചിനനുസരിച്ച് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റെഡ് ആവുന്നു, അത് ഞാൻ പോകുന്നു. ഇതെല്ലാത്തിനും അപ്ലിക്കബിൾ ആണ്. കാരണം നമ്മൾ ഇപ്പോൾ ചെയ്തത് കോമ്പോണൻറ്റിലാണ് ചേഞ്ച്. അപ്പോൾ ഈ കാണുന്ന ഓരോ കാർഡുകളും ഓരോ കോമ്പോണൻ്റ് ആയതുകൊണ്ട് ഓരോന്നിനും നമുക്ക് ഒരു കോഡ് എഴുതിയാൽ മതി, അതെല്ലാത്തിനും യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് കോമ്പോണൻറ്റുകളുടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തതോടുകൂടി നമുക്ക് നമ്മളുടെ ഏകദേശം ഫങ്ഷനാലിറ്റികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റിയൽ ഡാറ്റ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ നമ്മളുടെ മൂവിയുടെ ടൈറ്റിൽ, അതുപോലെ ലാംഗ്വേജ്, ഈ റേറ്റിങ്ങിൻ്റെ വാല്യൂ, ഈ ഇമേജ് അടക്കം കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് റിയൽ ഡാറ്റ യൂസ് ചെയ്തിട്ടുള്ളത് ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ TMDB എന്ന് പറഞ്ഞിട്ടുള്ള APIs യൂസ് ചെയ്തുകൊണ്ടും അതുപോലെ ആക്സിയോസിൻ്റെ ലൈബ്രറി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ആ ഡാറ്റ എടുക്കാമെന്നുള്ളത് നോക്കാം.